എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL മഹാപോരാട്ടത്തിൽ ചെന്നൈയിലെ ചെപ്പോക്ക് മൈതാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലവും സുവർണലിപികളിൽ എഴുതപ്പെടുന്ന ഒരു അവിസ്മരണീയ മുഹൂർത്തത്തിനാണ്. മുംബൈ ഇന്ത്യൻസിനെ 8 വിക്കറ്റുകൾക്ക് നിഷ്കരണം തകർത്തെറിഞ്ഞ് അവരെ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിക്കുക മാത്രമല്ല, മഞ്ഞക്കുപ്പായത്തിന്റെ യഥാർത്ഥ പ്രതാപവും കരുത്തും എന്താണെന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി കാണിച്ചുകൊടുക്കാനും ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു. വെറും 48 പന്തുകളിൽ നിന്ന് പുറത്താകാതെ 67 റൺസ് അടിച്ചുകൂട്ടി മുംബൈ ബൌളർമാരുടെ നട്ടെല്ലൊടിച്ച് CSK നായകൻ ഋതുരാജ് ഗൈക്വാദാണ് ഇന്നത്തെ ആവേശോജ്വലമായ വിജയത്തിന്റെ യഥാർത്ഥ നായകൻ. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥ നാടകം ആരംഭിച്ചത് മത്സരം ശേഷമുള്ള പുരസ്കാരദാന ചടങ്ങിലാണ്. തന്റെ തകർപ്പൻ ബാറ്റിംഗിനും ബുദ്ധിപരമായ ക്യാപ്റ്റൻസിക്കും അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷം ഋതുരാജ് ചെയ്തത് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരങ്ങളുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. ട്രോഫി കയ്യിൽ കിട്ടിയ മറുകണത്തിൽ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം വേദിയിൽ നിന്ന് നേരെ ഓടിയത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ അടുത്താണ്. സ്റ്റേഡിയം മുഴുവൻ ധോണി ധോണി എന്ന ആരവത്താൽ മുഖരിതമായി. ലോകത്തിലെ ഏറ്റവും മഹാനായ നായകനായ ധോണിയുടെ കാൽക്കൽ വീണ് തന്റെ പുരസ്കാരം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഋതുരാജിന്റെ ആ അങ്ങേയറ്റത്തെ ഗുരുഭക്തി കണ്ടപ്പോൾ സാക്ഷാൽ ധോണിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം തന്റെ പ്രിയ ശിഷ്യനെ വാരിപ്പുണർന്നു. എന്നാൽ ആ വൈകാരിക നിമിഷങ്ങൾ അവിടെയും അവസാനിച്ചില്ല. പുരസ്കാരം നൽകിയ ശേഷം മൈക്ക് കയ്യിലെടുത്ത് ഋതുരാജ് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നതും രോമാഞ്ചം കൊള്ളിക്കുന്നതുമായ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു സുനാമി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. തന്റെ വിജയത്തിന്റെ മുഴുവൻ ഖ്യാതിയും ധോണിയുടെ കാൽക്കൽ സമർപ്പിച്ചതിനൊപ്പം ടീമിലെ മറ്റൊരു മഹാനായ താരമായ സഞ്ജുവിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. ചരിത്രമുറങ്ങുന്ന MA ചിദംബരം സ്റ്റേഡിയത്തിൽ തങ്ങളുടെ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെ ആധികാരിക വിജയം നേടുമ്പോൾ ക്യാപ്റ്റൻ ഋതുരാജിന്റെ മുഖത്ത് വല്ലാത്തൊരു ദിവ്യമായ ശാന്തതയും ആത്മസംതൃപ്തിയും പ്രകടമായിരുന്നു. 67 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സിനും ക്യാപ്റ്റൻസിക്കുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ തിളങ്ങുന്ന ട്രോഫി തന്റേതല്ലെന്നും തന്നെ പൂജ്യത്തിൽ നിന്ന് കൊടുമുടിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആ വലിയ മനുഷ്യന്റേതാണെന്നുമാണ്. ധോണിയുടെ കാലുകൾ തൊട്ടു വന്ദിച്ച അദ്ദേഹം ഇടറിയ ശബ്ദത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും മൈക്കിലൂടെ പറഞ്ഞ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കി. ഇന്ന് ലോകം മുഴുവൻ എന്റെ ക്യാപ്റ്റൻസിയെയും തന്ത്രങ്ങളെയും മൈതാനത്ത് ഞാൻ നേടിയ ഈ 67 റൺസിനെയും വാനോളം പുകഴ്ത്തുന്നുണ്ടാകും. എന്നാൽ ഇതിന്റെയൊക്കെ യഥാർത്ഥ സത്യം, ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം മഹിഭായിയുടെ മാർഗനിർദ്ദേശങ്ങളും സഞ്ജുഭായിയുടെ ഉപദേശങ്ങളും എന്നിലുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസവുമാണ്. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും എങ്ങനെ ചിരിക്കാമെന്നും തോറ്റ കളി എങ്ങനെ ബുദ്ധിപരമായി ജയിക്കാമെന്നും എന്നെ പഠിപ്പിച്ചത് ഇവരാണ്. തുടർന്ന് തികച്ചും അപ്രതീക്ഷിതമായി ഋതുരാജ് ഗൈക്വാദ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടി നടത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു അപ്പോൾ ആ വേദിയിൽ ഉയർന്നു കേട്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ ചരിത്ര വിജയത്തിൽ ഞാൻ മറ്റൊരു വ്യക്തിയെ കൂടി പ്രത്യേകം ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ മത്സരത്തിനു മുൻപായി എന്റെ അടുത്ത സുഹൃത്തും മികച്ചൊരു നായകനുമായ സഞ്ജു സാംസണുമായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. മുംബൈക്കെതിരെ സഞ്ജു എനിക്ക് ഉപദേശിച്ചു തന്ന ചില സൂക്ഷ്മമായ തന്ത്രങ്ങൾ ഇന്ന് കളിക്കളത്തിൽ അക്ഷരം പ്രതി കൃത്യമായി ഫലിച്ചു. സത്യത്തിൽ ഇന്ന് മൈതാനത്ത് നിങ്ങൾ കണ്ടത് ഞാനും സഞ്ജുവും ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെയും ബുദ്ധിപരമായ നീക്കങ്ങളുടെയും ഫലമാണ്. അതിനുള്ള മറുപടി ഇന്ന് മുംബൈയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. സഞ്ജുവിനെപ്പോലെ ഒരു അസാമാന്യ പ്രതിഭയുടെയും തന്ത്രശാലിയുടെയും വിലയേറിയ ഉപദേശങ്ങൾ ഇന്നത്തെ എന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. സഞ്ജുവിനെക്കുറിച്ചുള്ള ഋതുരാജിന്റെ ഈ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആവേശഭരിതരായി. ഗുരുഭക്തി നിറഞ്ഞ ഋതുരാജിന്റെ വാക്കുകളും ഒപ്പം സഞ്ജുവുമായുള്ള അദ്ദേഹത്തിന്റെ ഊഷ്മളമായ സൗഹൃദവും ഇന്ന് കാട്ടുതീ പോലെയാണ് പടരുന്നത്. ധോണി ചെന്നൈക്ക് നൽകിയത് വെറുമൊരു ടീമിനെയല്ല, മറിച്ച് സംസ്കാരത്തിനും ബഹുമാനത്തിനും പരമോന്നത സ്ഥാനം നൽകുന്ന ഒരു വലിയ കുടുംബത്തെയാണ്. ഇത് തെളിയിക്കുന്നു. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഈ വിനയം CSKയുടെ പൈതൃകം തികച്ചും സുരക്ഷിത കൈകളിലാണെന്ന് അടിവരയിടുന്നു. ആധുനിക ക്രിക്കറ്റിന്റെ ഈ മത്സരയുഗത്തിൽ കളിക്കാർ സ്വന്തം നേട്ടങ്ങളിൽ അഹങ്കരിക്കുമ്പോൾ 139.96 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ മുംബൈ ബൌളർമാരുടെ മനോവീര്യം തകർത്ത ഋതുരാജ് ധോണിയുടെ പൈതൃകത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പൂർണ്ണ സജ്ജനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. മുംബൈയുടെ പ്രഗത്ഭരായ ബാറ്റ്സ്മാൻമാർ ചെന്നൈയുടെ സ്പിന്നിനും പേസിനും മുന്നിൽ ഓരോ റൺസിനും വേണ്ടി പാടുപെടുമ്പോൾ ബൗണ്ടറി ലൈനിനടുത്തു നിന്നിരുന്ന ധോണിയോട് ആശയവിനിമയം നടത്തി ഋതുരാജ് ഒരുക്കിയ ആ അഭേദ്യമായ ഫീൽഡിംഗ് പഴയ ധോണി യുഗത്തെയാണ് ആരാധകർക്ക് ഓർമ്മിപ്പിച്ചത്. ഈ തന്ത്രപരമായ വിജയവും ഋതുരാജിന്റെ എളിമയും ആരാധകരെ മാത്രമല്ല, എതിർ ടീം ഉടമ നിത അംബാനിയെയും ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെയും വരെ അദ്ദേഹത്തെ പ്രശംസിക്കാൻ നിർബന്ധിതരാക്കി. മുംബൈയുടെ കനത്ത തോൽവിയായി മാത്രമല്ല, ഋതുരാജ് ഗൈക്വാദിന്റെ നിസ്വാർത്ഥമായ ഗുരുഭക്തിയുടെയും സഞ്ജു പോലുള്ള കളിക്കാർ പരസ്പരം പങ്കുവയ്ക്കുന്ന സൗഹൃദത്തിന്റെയും പേരിലായിരിക്കും ഈ ചരിത്രദിനം ഓർമ്മിക്കപ്പെടുക.
160 റൺസ് എന്ന വെല്ലുവിളി ചലിയുന്ന ലക്ഷ്യം പിന്തുടർന്ന് ക്ഷമയോടെയും ആക്രമണോത്സാഹത്തോടെയും ടീമിനെ വിജയതീരത്തെത്തിച്ച അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ചെപ്പോക്കിന്റെ അടയാളമായിരുന്ന ആ പഴയ ധോണി ഫിനിഷർ റോളുകളെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഋതുരാജിന്റെ ഈ മഹത്തായ പ്രവൃത്തിയെക്കുറിച്ചും സഞ്ജുവുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടായ്മയെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ധോണിയുടെ കാൽക്കൽ തന്റെ പുരസ്കാരം സമർപ്പിച്ചതിലൂടെയും സഞ്ജുവിന് അർഹിച്ച അംഗീകാരം നൽകിയതിലൂടെയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയവും ബഹുമാനവും അദ്ദേഹം പിടിച്ചുപറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തല ധോണിക്ക് ശേഷം CSKയുടെ സിംഹാസനത്തിന് ഏറ്റവും അർഹനായ അവകാശി ഋതുരാജാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഇന്നത്തെ ഈ ഹൃദയസ്പർശിയായ സംഭവം നിങ്ങളുടെയും ഹൃദയമിടിപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട് ക്യാപ്റ്റൻ ഗൈക്വാദ് എന്ന് രേഖപ്പെടുത്തി നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.